സോ ഗൈസ് ഇപ്പം എല്ലാവർക്കും കൂടെ നമുക്ക് പനിയായിട്ടുണ്ട് ഗൈസ് ചെറുതായിട്ട് എന്തോന്ന് എനിക്കറിയത്തില്ല തൊണ്ടടപ്പായതാണ് ഓക്കെ. പിന്നെ നമ്മൾ പാൽവാളുടെ എപ്പിസോഡ് 2 എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നേരത്തെ നിങ്ങൾ കണ്ടാണോ? ഞാൻ മൊബൈൽ എഡിഷൻ നേരത്തെ കളിച്ചു, പിന്നെ അതേ ഞാൻ പാട്ടായിട്ട് ഇടുന്നില്ല മൊബൈൽ എഡിഷൻ, ബിക്കോസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മൊബൈൽ എഡിഷൻ, അത്രയും കൊള്ളത്തില്ല ഗൈസ്. ഇതായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും, മൊബൈൽ എഡിഷൻ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ശരിക്കുള്ള പാൽവേളായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത്. പിന്നെ ഇത് എപ്പിസോഡ് 2 ആണ്. ഇത് എപ്പിസോഡ് 50 വരെ ഞാൻ ഇടത്തുള്ളൂ, ബിക്കോസ് ഒന്നും ചോദിക്കല്ല, എനിക്കിപ്പോൾ 10 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ചാനലിലൊക്കെ. അതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഒരു ബ്രോ പറഞ്ഞുകൊണ്ട് ഞാൻ പാൽവേൾഡ് 50 എപ്പിസോഡ് ഇടുന്നത്. ഉണ്ടോ, കല്ലൊത്തിരി നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ക്രാഫ്റ്റിംഗ് ഒക്കെ എല്ലാം ചെയ്തായിരുന്നു വീഡിയോ എടുക്കുന്നതിന് മുമ്പേ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ ഒത്തിരി ക്രാഫ്റ്റിംഗ് ചെയ്ത കാര്യം. ഞാൻ ഉണ്ടാക്കട്ടെ ഗീസ്. ഈ ടേബിൾ കണ്ടോ? ഈ ടേബിൾ നിങ്ങൾക്ക് എന്തോന്ന് മനസ്സിലായി കാണും. ഇതൊരു ഇലക്ട്രിക്കൽ ഇതുപോലാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ 16ാമത്തെ എപ്പിസോഡ് വിടും ഇതിൻ്റെ. ആ 16ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിൻ്റെ ഇടത്തില്ല കേസ്, ബിക്കോസ് 16ാമത്തെ എപ്പിസോഡ് കഴിയുമ്പം ഇത് തീരും. ഓക്കെ, പിന്നെ ഒരു 1000 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ നിർത്തി വെക്കാമെന്നാണ് തീരുമാനിച്ചേക്കുന്നത്. എന്നാലും ഞാൻ ഒരു 1000 വീഡിയോ എങ്കിലും ഞാൻ ഇടണം കേസ്. എന്നാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ നിർത്തി വെക്കണമെന്നാണ് തീരുമാനിക്കുന്നത്. 1000 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 1000 വീഡിയോ ഇട്ട് കഴിഞ്ഞാലാണ് കേസ്, അല്ലാതെ നിർത്തി വെക്കത്തില്ല. എന്നാലും എപ്പോഴും എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങണം. ഞാൻ വയസ്സായാലും എനിക്കെൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാലും ഞാൻ ഇടുന്നതായിരിക്കും. ഞാൻ 1000 വീഡിയോ ഇട്ടാലും ഞാൻ നിർത്തത്തില്ല. ഞാൻ ഈ വീഡിയോ തന്നെ ഇട്ടുകൊണ്ടിരിക്കും കേസ്. ഞാൻ പനിയായിട്ടും വീഡിയോ ഒക്കെ എല്ലാം പിടിക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പിന്നെ വേറെ ഇതുവരെ സബ്സ്ക്രൈബറൊന്നും കൂടിയിട്ടില്ല. നേരത്തെ 1 സബ്സ്ക്രൈബറിലെങ്ങാണ് നിന്നേ, ഇപ്പോൾ 10 സബ്സ്ക്രൈബറായി. ഇന്ന് സബ്സ്ക്രൈബേഴ്സ് റൂട്ട് ടു 100K ആണ്. ഓക്കെ, 100K അല്ല 100, എനിക്കെന്തോ കെ 100K പിന്നെ തന്നാൽ മതി. റൂട്ട് ടു 100 ആണ്. ഓക്കെ, അടിച്ച് പൊട്ടിക്കണം. ലൈക്കും സബ്സ്ക്രൈബും എല്ലാം അടിച്ച് പൊട്ടിക്കണം. ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ഓക്കെ, റൂട്ട് 100 ആണ്. ഓക്കെ, ഞാൻ 100 സബ്സ്ക്രൈബർ പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ഒരു 100 താ. ഓക്കെ, എനിക്കിതുവരെ 100 ലൈക്കൊന്നും കിട്ടത്തില്ല. എനിക്ക് 27 ലൈക്ക് കിട്ടത്തുള്ളൂ, മാക്സിമം 27. അങ്ങോട്ട് പോന്നു നോക്ക്, അങ്ങനെ പിടിക്കാൻ പോലും പറ്റുന്നില്ല ആടിനെ. നിൽക്കടാ, എനിക്ക് ഓടാൻ വേണ്ട ആടെ. എനിക്ക് പിടിച്ചില്ലെങ്കിൽ എൻ്റെ പേര് ഞാൻ മാറ്റി കേസ്, എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ മാറ്റി വേണം ഞാൻ പിടിച്ചില്ലെങ്കിൽ. ഞാൻ നിൽക്കടാ. ഓക്കെ ഓക്കെ, എന്താ പറഞ്ഞ ഞാൻ പിടിച്ചില്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ മാറ്റും. നിൽക്കടാ, എന്താ നിന്നെ ഞാൻ പിടിച്ചില്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ മാറ്റുമെന്ന് പറഞ്ഞതാ. അയ്യോ, ഞാൻ കുറച്ചുകൂടെ പണി തരുവാണ് നമുക്ക്. ഞാൻ പോയി ഇരിക്കട്ടോ ഒന്നുകൂടെ. നിന്നെ ഞാൻ ഇരിച്ചിട്ടേ ഉള്ളൂടാ. എത്ര എനിക്ക് അടിച്ച് പൊട്ടിക്കുന്നില്ല. ഞാനടുത്ത് പറഞ്ഞാൽ കേൾക്കത്തില്ലോ. ഡാ നിൽക്കടാ. നമ്മളെ അടിക്കാൻ വരുമോ ഗേസ്? അതുകൊണ്ട് നമുക്ക് അവരുടെ ഇന്ന് രക്ഷപ്പെട്ടോ എങ്ങനെയെങ്കിലും. നിൽക്കടാ. എന്താ എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റുമെന്ന് പറഞ്ഞാൽ നിന്നെ പിടിച്ചില്ലെങ്കിൽ കേസ്. നിങ്ങൾ പറ, ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരെന്താ വെക്കണമെന്ന് നിങ്ങൾ പറ കേസ്. ഞാൻ ചാനലിനൊരു പുതിയ പേര് വെക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എപ്പോഴും അബുൾ ഗെയിമർ എന്ന് തന്നെയാണ് വെക്കുന്നത്. ആദ്യത്തെ പേര് ഞാൻ വെച്ച തക്കുടു ഗെയിമർ എന്നായിരുന്നു, പിന്നെ അത് മാറ്റിയിട്ട് TK ദേവ് ഗെയിമിംഗ് എന്നങ്ങോട്ടാക്കി. പിന്നെ അത് മാറ്റിയിട്ട് അബുൾ ഗെയിമർ എന്നാക്കി. അതെനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അബുൾ ഗെയിമർ ദേവ് എന്നാക്കി. ഇനി ഏത് പേര് വെക്കണം നിങ്ങൾ പറ. ഞാനിങ്ങനെ പേരിങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കും. ഇനി ഞാൻ മാറ്റുന്നില്ല കേസ് പേര്. നിങ്ങൾ പറയുമെന്നെങ്കിൽ ഞാൻ പേരെല്ലാം മാറ്റാം.
ഞാൻ പേര് മാറ്റുന്നില്ല, ഇനി എനിക്ക് പേര് മാറ്റാൻ വയ്യ. പണി കിട്ടിയാലോ ചിലപ്പം. പേര് മാറ്റുകൊണ്ട് ആർക്കും എൻ്റെ ചാനലൊന്നും ഇഷ്ടപ്പെടാതിരുന്നാലോ. അപ്പം ആദ്യത്തെ പേര് മാറ്റിയതിൻ്റെ കാരണമൊന്നുമില്ല, നിങ്ങളെല്ലാവരും പറയുന്നത് പേരെന്തോരം ചുറ്റുടുവാവേനെ പോലെ പേര് വെച്ചെന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തേനകത്തൊരു വലിയ പേരായിട്ടാ, മൂന്നാമത്തേനകത്ത് അബുൽ ഗെയിമർ എന്നായതുകൊണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടതാണ് അബുൽ ഗെയിമർ എന്നുള്ളത്. പിന്നെ ഞാൻ വെച്ചതാണ് അബുൽ ഗെയിമർ ദേവ്. അത് ഞാൻ സ്വന്തമായിട്ട് വെച്ചായിരിക്കും, അവനൊന്നും ഇട്ടതല്ല. ഓക്കെ, എല്ലാം പൊളിക്കേണ്ടതാണ്. ഇവിടെ പോച്ചയൊക്കെ നല്ല പോച്ചയാണ്. എന്നാലും മറ്റേനെ പിടിച്ചാൽ കിട്ടത്തില്ല. അവനെ ഞാൻ കാണിച്ചു കൊടുക്കും. ഹലോ പീക്കോമോ, പോക്കിമോണാ പീക്കാച്ചു, പിക്കാച്ചുവിനെ ഇപ്പം ഞാൻ കാണിച്ചതാ. അയ്യോ ഇവനെ ഞാൻ എന്താ നിനക്ക് ആക്രമിക്കാൻ പറ്റുന്നോടാ? കൊല്ലും ഞാൻ നിന്നെ. എന്താ പീക്കാച്ചു? അത് പീക്കാച്ചു അല്ല ഗൈസ്, പീക്കാച്ചുവിൻ്റെ കൊച്ചച്ഛനാണ്. ഇവിടെ പിങ്ക് കളർ ഇരിക്കുന്നുണ്ടോ? പീക്കാച്ചുവിൻ്റെ കൊച്ചച്ഛനാണ്. വേറെ ഏതോ മാമത്ത് നിൽക്കുന്നു. മാമത്ത് അത് നിങ്ങൾ കണ്ടു കാണും. മാമത്തിൻ്റെ അടുത്ത് ഞാൻ ഇപ്പം പോകുന്നില്ല. കൊമ്പ് കണ്ടോ? വലിയ കൊമ്പാണ്, എന്നെ കുത്തി കയറ്റിക്കളയും. നമുക്ക് കുറച്ച് ക്രാഫ്റ്റിംഗ് എല്ലാം ചെയ്യാം. അവനെ പോന്നു കൂടിയിട്ട് പിങ്ക് അല്ല പീക്കാച്ചുവിൻ്റെ അപ്പാപ്പൻ. എൻ്റെ പണിയെല്ലാം ചെയ്യുമവൻ. അത് നല്ലൊരു കാര്യമില്ല. പീക്കാച്ചുവിൻ്റെ അപ്പാപ്പൻ അല്ല, പീക്കാച്ചുവിൻ്റെ കൊച്ചച്ഛൻ. ആ പീക്കാച്ചുവിൻ്റെ കൊച്ചച്ഛൻ പണിയെല്ലാം ചെയ്തോണം മര്യാദയ്ക്ക്. നമ്മുടെ നമുക്ക് പറ്റില്ല സാധനം വെക്കാം. ഓക്കെ, വെച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇവിടെ ഈ സാധനം, ഇവിടെ നമ്മളെ ഒത്തിരി ഉണ്ട്. നമ്മൾ എത്ര വേണമെങ്കിലും അങ്ങ് വെക്കും. ഇവിടെ പിന്നെ നമ്മൾ കിടക്കാൻ വേണ്ടി വെച്ചതൊരു സാധനമാണ്. കിടക്കാൻ വേണ്ടി വെച്ചാൽ ഒരു വീടായിട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ. പക്ഷെ തടിയെല്ലാം തീർന്നു. എല്ലാം അങ്ങോട്ട് ഞാനങ്ങ് വേട്ടയാടും. തടി എനിക്ക് കുറച്ച് തടി വേണേ, ശരിക്കണേ തടിച്ചേട്ടാ. കുറച്ച് തടി തന്നാൽ മതിയേ തടിച്ചേട്ടാ. പൊട്ടിത്തടി ഇത് മൃഗങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ ഈ പച്ച സാധനം. ഓ വലിയത് വന്നു. ഞാൻ നേരത്തെ വേട്ടയാടിയതാണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, ഇല്ല ഞാൻ വേട്ടയാടിയോന്ന് എനിക്കറിയത്തില്ല. അതിൽ വലിയത് വന്നു. ആക്സ് പോയോ? ഇവിടെ ആക്സ് പോയെന്ന് തോന്നുന്നു. വന്നു കുറച്ച് കൂടുതൽ എടുത്തേ പറ്റൂ. മരമെല്ലാം പോയി. കീഴേനെ കിട്ടിയോളൂ. എങ്ങനെയെങ്കിലും ഒരു വീട് ഉണ്ടാക്കിയേ പറ്റൂ കേസ്. ഇല്ലെങ്കിൽ പണി തരും നമുക്ക്. വീടൊക്കെ എല്ലാം ഉണ്ടാക്കി കാടെല്ലാം ഒന്ന് സൂപ്പറാക്കി ഒരു സിറ്റി ആക്കാം. സിറ്റി അല്ല, കാടൊക്കെ എല്ലാം ഒന്ന് വില്ലേജ് ആക്കി മാറ്റാം കേസ്. മുമ്പ് കുറച്ച് ക്രാഫ്റ്റിംഗ് എല്ലാം ചെയ്യട്ടെ. ഞാൻ ഓടിക്കളിക്കും എല്ലാവരും. മറ്റേവൻ എനിക്ക് വേണ്ടി എത്ര പാറകളാണ് പൊട്ടിക്കുന്നത്. മറ്റേ വലിയ സാധനമില്ലേ കേസ്, ആ എന്തോ മഞ്ഞ കളർ ഒരു ആടിൻ്റെ ഷേപ്പ് ഇരിക്കുന്ന സാധനമില്ലേ, ആ സാധനം എനിക്ക് വേണ്ടി തടിയും ഒന്നും കൊണ്ടുവരത്തില്ല കേസ്. എന്തുവാ സാധനം? ഡോറ് വെക്കട്ടെ, ഞാൻ ഇവിടെ വെക്കാം. എന്നിട്ട് ഓക്കെ, ഇനി അപ്പുറത്ത് ഇവിടെ എൻ്റെ വീടൊന്ന് നോക്കി. ഇതാണ് എൻ്റെ വീട്. പക്ഷെ മേൽഭാഗം ഇതുവരെ ഞാൻ വെച്ചിട്ടില്ല. കട്ടിൽ ഓക്കെ, ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, ഇത് ശരിയാകണം ഗേസ്. എങ്ങോട്ടായി കൊച്ചടിക്കുന്നത്? കട്ടിലോട്ടല്ലേ അടിക്കേണ്ടേ? കട്ടിൽ അടിക്കാതെ തന്നെ ശരിയാവുന്നു. കട്ടിൽ ശരിയായോ? പെട്ടെന്ന് ശരിയാവും. എനിക്കിടന്ന് ഉറങ്ങാനുള്ളതാണ്. എന്നെങ്കിൽ ആ മൈൻഡ് ക്രാഫ്റ്റിനെ പോലെ സോംബീസ് എല്ലാം വന്ന് പിടിച്ചോണ്ട് പോകും. കഥ സാന്റാക്ലോസ് ഒന്നും പോകുന്നത്. സാന്റാക്ലോസ് അല്ല, വേറെ ഏതോ വെച്ചാൽ വെൽക്കം. ഓക്കെ, വെൽക്കം പറഞ്ഞിരിക്കുന്നത്. എന്തോരാണ് അതിൻ്റെ വെൽക്കം? എനിക്ക് ഇതിന് ഇപ്പം എത്ര മണിയായി കാണും? ഇപ്പം ഒരു 9 മണിയെങ്കിലും ആയി കാണും. ഞാൻ ഉറക്കത്തിൽ തരുന്നതിനാണ് വീഡിയോ ഇടുന്നത്. ഓക്കെ, എന്തുവാടെ വെയിറ്റ് ചെയ്യണേ ഗീസ്, കുറച്ച് പണിയുണ്ട്. ഓക്കെ, പണി തീർന്നു. നീ പോടാ ക്രിസ്മസ് പാപ്പ.
അവൻ എത്ര കല്ലാക്കി പൊട്ടിച്ച് മതിയിടാൻ പോലും മതി. അവന് റെസ്റ്റ് വേണ്ട കേസ്. നമുക്ക് വീടിൻ്റെ മേൽക്കൂരയൊക്കെ ഒന്ന് പണിയണം. വീടിൻ്റെ മേൽക്കൂര ഇല്ലാതെ എന്ത് വീട്? അതിന് മരം വേണം. മരം വെട്ടട്ടെ ഞാൻ മരം. ഓക്കെ 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 ഓക്കെ. ഇത്രയും മരം മതി. നമുക്ക് നേരെ പോവാം. നമുക്ക് ആരെങ്കിലും കൊല്ലണോ വേണ്ട. എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കണം നമുക്കില്ലെങ്കിൽ പറ്റത്തില്ല. നമുക്ക് മേൽക്കൂടെ ആദ്യം ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമുക്ക് നോക്കാം. ഇത് അടിച്ച് ശരിയാക്കണം നമ്മളൊന്ന്. ബിക്കോസ് ഇത് മുഖ്യം ബിഗില്. ഈ താഴെ വെച്ചേക്കുന്ന സാധനം എന്തോ നിങ്ങൾക്ക് അറിയായിരിക്കും. അറിയാവുന്നവർ പറയാം എന്തായാലും കേട്ടോ. യെസ്, വൈക്കോലാണ്. എൻ്റെ ബെറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വൈക്കോല്. നമുക്ക് നേരെ ചെയ്തിട്ട് നമ്മളെ കുറച്ച് മരമെല്ലാം വെട്ടാനുണ്ട്. നമുക്ക് കുറച്ച് പണിയുണ്ട് ഇവിടെ. ഓക്കേ. ഉറക്കാൻ വരുന്നു. പ്ലീസ് വെയിറ്റ് ഗൈസ്. ഓക്കെ ഓക്കെ ഓക്കെ. മീനിനെ മേൽക്കൂരി ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല ഗൈസ്. എന്നാലും നമുക്കിതെല്ലാം ഒന്ന് അൺലോക്ക് ചെയ്ത് വെച്ചേക്കാം. എൻ്റെ മേൽക്കൂര എന്താ കിട്ടാഞ്ഞ്? എൻ്റെ മേൽക്കൂര ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ കുറച്ച് സമാധാനമാണ്. ഇതെന്തുവാ? ക്ലോത്ത് എന്തോത്തിനായിരിക്കും? എല്ലാം ബിൽഡ് ചെയ്തേക്കാം. ഇനിയും ബിൽഡ് ചെയ്യണോ? അവിടെ 1.8 എന്നാ അവന്മാർ കാണിക്കുന്നത്. അതിന് ബിൽഡ് ചെയ്യാൻ നോക്ക്. എനിക്ക് വയ്യ. എന്നാലും ബിൽഡ് ചെയ്യാം. പെട്ടെന്ന് ബിൽഡ് ചെയ്യും കൊച്ചെ. എന്താ കൊച്ച സമയം എടുക്കുന്നേ? ബിൽഡ് ചെയ്യുന്നതും ഇല്ലല്ലോ. ഞാൻ പെട്ടെന്ന് ബിൽഡ് ചെയ്യട്ടെ കേസ്. ഞാൻ തന്നെ ബിൽഡ് ചെയ്യുന്നു. കേട്ടോ പറയും. യെസ്, കിട്ടി. നമ്മളെ വീട്, നമ്മളെ മേൽക്കൂര ഇല്ലാത്തൊരു വീടുണ്ട്. മേൽക്കൂര എങ്ങനെയെങ്കിലും സെറ്റാക്കിയേ പറ്റൂ. ഫ്രൂട്ട്സ് ഉണ്ട്. മാമത്തും പോന്ന് നോക്കുക. റിയൽ ലൈഫിലാണെങ്കിൽ ഇതൊക്കെ എല്ലാം കാണുവാണെങ്കിലോ ഞാൻ എൻ്റെ അടുത്ത് നിന്ന് കയറിയാനെ. ഇപ്പോൾ എനിക്ക് മേൽക്കൂര ഉണ്ടാക്കി പറ്റൂ. എനിക്ക് മേൽക്കൂര ഉണ്ടാക്കാതെ പറ്റത്തില്ല. ഞാൻ എങ്ങനെയെങ്കിലും മേൽക്കൂര ഉണ്ടാക്കിയേ പറ്റൂ എനിക്ക് വീടിൻ്റെ. അയ്യോ, ഉറക്കം വരുന്ന സുഹൃത്തുക്കളെ. ഇവിടെ കൊണ്ടുവന്ന് വെക്കാം ഫ്രൂട്ടൊക്കെ ഞാൻ തിന്നട്ടെ നമ്മൾ. ഇനി അത് ബിൽഡ് ചെയ്യണം. ഫ്രൂട്ട് ബിൽഡ് ചെയ്യാൻ എന്തോത്തിനാക്കി ചുറ്റിക? നിങ്ങൾക്ക് ആരെങ്കിലും അറിയാവോ? ഫ്രൂട്ട് ബിൽഡ് ചെയ്യാൻ എന്തോത്തിനാണ് ചുറ്റിക? എല്ലാവരും ചുറ്റിക വെച്ചങ്ങ് ബിൽഡ് ചെയ്യത്തതേ ഉള്ളൂ. അവൻ കാട്ടിലെ മരത്തിൽ നിന്ന് അങ്ങോട്ട് എടുത്താൽ പോരെ അവന്. എനിക്കിനി മേൽക്കൂരയാണ് വേണ്ടുന്നത്. മേൽക്കൂര ഇല്ല. മേൽക്കൂര കണ്ടുപിടിക്കും കേസ് എങ്ങനെയെങ്കിലും. 1.5 ആണിത്. ഇതും കൂടെ ചെയ്തേ പറ്റൂ. ലെറ്റ്സ് ഗോ. ഓക്കെ എത്തിയത് നമ്മൾ. ഇല്ല, ഇനി ഒരു വട്ടോടെ ചെയ്യണം. എനിക്ക് വയ്യ കേസ്. ചെയ്തോ? ഓക്കെ കേസ് നമ്മൾ പെട്ടെന്ന് ചെയ്യാം. വയ്യ. പിന്നെ ഓടി വരുന്നു മറ്റേ നമ്മളെ സഹായിക്കാൻ വന്നതാ. താങ്ക് യു പോനെ. നമ്മളെല്ലാം പെട്ടെന്ന് ചെയ്തേ പറ്റൂ ഗീസ്. ബിക്കോസ് എപ്പോഴും ഞാൻ അതില്ല ബിക്കോസ് എന്ന് പറയുന്നത് ഇരിക്കാൻ അറിയത്തില്ല. മേൽക്കൂര ഒന്ന് ഉണ്ടാക്കിയാൽ എനിക്ക് സമാധാനമാകത്തോ ഗീസ്. പിന്നെ മേൽക്കൂര ഇല്ലാതെ എന്ത് വീടാണ്?
നോക്കണേ എന്തൊരു വീട്, വെയിലും അടിച്ച് രാത്രി എങ്ങാനും പറന്ന് വരുന്ന പ്രേതം വന്ന് എൻ്റെ വീട്ടിലെങ്ങാനും വന്ന് കയറിയാലോ. പ്രേതത്തിന് പറക്കാൻ പറ്റുമെന്നൊക്കെ അല്ല ഞാൻ കേട്ടിട്ടുണ്ട്. പ്രേതം എങ്ങാനും പറന്ന് വന്ന് എൻ്റെ വീട്ടിൽ കയറിയാൽ എൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. മേൽക്കൂര ഇല്ലാത്തൊരു വീട്. ആ വീട്ടിൽ ആപാടെ ഒരു കട്ടിൽ മാത്രമേ ഉണ്ട്, ഒരു കുഞ്ഞൊരു വീട്. എനിക്ക് വയ്യ. ഓക്കെ, ഇതും കൂടെ ബിൽഡ് ചെയ്ത് സമയം കളയാം. പെട്ടെന്ന് നമ്മളെ ഇവൻ സഹായിക്കും. ടായിക്കോടെ മോനെ, ഇതൊക്കെ നമ്മൾ ബിൽഡ് ചെയ്യണം. എന്നിട്ട് ഇതൊക്കെ എല്ലാം നല്ല സൂപ്പറാക്കണം നമ്മളെ വീട്. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു ഗീസ്. എപ്പിസോഡ് 3 വരുന്നതായിരിക്കും. എന്നാണ് നിങ്ങൾ കാണുക. ഓക്കെ, ബൈ.